കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര വികസന ലക്ഷ്യം വെച്ച് 2026-27 വർഷത്തെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ മുന്നോടിയായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം ഉദ്ഘാടനം ചെയ്തു. ഉറച്ചു നിർത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ കാർഷിക വൈദ്യന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ അവരാലോചിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ കാർഷിക മേഖലയെ ഉദ്ധരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പുതിയ കണ്ടെത്തലുകൾ എന്തെങ്കിലും നമുക്കുണ്ടോ? അങ്ങനെ വന്നാൽ അത് കാർഷിക മേഖലയ്ക്ക് എത്രമാത്രം ഗുണം ചെയ്യും? അത്തരത്തിലുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തുണ്ടാകും? പോത്തുകൽ പഞ്ചായത്തിലെ കാർഷിക മേഖലയിലെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും അല്പസ്വല്പമെങ്കിലും ഉയർച്ചയിലേക്ക് നമുക്ക് ഒരു കൊല്ലം കൊണ്ട് പോകാൻ കഴിഞ്ഞാൽ തുടർന്നുള്ള വർഷങ്ങളിൽ നമ്മൾ ആ പദ്ധതിയുടെ കണ്ടിന്യൂഷനും നടപടിക്രമങ്ങളിലേക്ക് പോയാൽ സ്വാഭാവികമായും പഞ്ചായത്തിന്റെ കാർഷിക മേഖലയിൽ ശക്തമായ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. വർക്കിംഗ് കമ്മിറ്റികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിവിധ പദ്ധതികൾക്ക് രൂപം നൽകുകയും പദ്ധതികൾ ക്രോഡീകരിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. വർക്കിംഗ് ഗ്രൂപ്പുകളിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും നൽകി. 5,11,00,000 പരം രൂപയുടെ വികസന ഫണ്ടിൽ നിന്നും മൃഗസംരക്ഷണത്തിനും പട്ടികവർഗ ക്ഷേമത്തിനും ഉതകുന്ന പദ്ധതികളാണ് പൊതുവെ ഉയർന്നു വന്നത്. നിർദ്ദേശങ്ങൾ 11 മുതൽ 15 വരെ നടക്കുന്ന ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യാനാണ് തീരുമാനം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജോസ് മാത്യു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഷറഫുന്നീസ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അശോകൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദു കുന്നുമൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AP സാദിഖ് അലി, പഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണകുമാരി, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.